ശ്രീജിത്ത് പണിക്കർ, എന്തിനാണ് വയനാട്ടിലെ റോഡ് ഷോയിൽ ലീഗിന്റെ കൊടിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൊടിയും വേണ്ടെന്ന് വെച്ചത് എന്നത് വ്യക്തമായ കാര്യമാണല്ലോ. അത് കോൺഗ്രസ് നേതാക്കളിലും അത് പറയുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 2019 അനുഭവമുണ്ട്. അത് വടക്കേ ഇന്ത്യയിൽ ഈ ലീഗിന്റെ പച്ചക്കൊടി കൊണ്ടുപോയി പ്രചരിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ഇവിടെ പാകിസ്ഥാന്റെ പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തുകയും അതിന്റെ ഗുണഭോക്താവായി BJP മാറുകയും ചെയ്തു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതിത്തവണ നൽകേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തു UDF. അത് ലീഗിന്റെ കൊടി വേണ്ടെന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെയും വേണ്ടെന്ന് വെക്കുമല്ലോ. അങ്ങനെ ചെയ്തു. കുറെ ബലൂണുകൾ പറത്തി അവിടെ രാഹുലിന്റെ ചിത്രം മുന്നോട്ട് വെച്ചു. ഇതിലിപ്പോൾ വേവലാതി പൂണ്ടിരിക്കുന്നത് LDFും അതുപോലെ തന്നെ BJPയുമാണ്. അതിന്റെ ആവശ്യമുണ്ടോ കോൺഗ്രസിനെതിരെ ഇത്തരം ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ? ഈ നേതാക്കന്മാരായിട്ടുള്ള പല ആൾക്കാരും കുറി ഒഴിവാക്കി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പാർട്ടികൾ പലരും കൊടി ഒഴിവാക്കി എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്നത് കേട്ടത്. പൊട്ട് തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ കുറിയൊക്കെ തൊട്ടുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന സമയത്ത് വലിയ വിമർശനം ഉണ്ടാകാറുണ്ട്, അത് ഒഴിവാക്കാനായിട്ട് പലരും അഭ്യർത്ഥിക്കാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ആൾക്കാരെങ്ങനെ ഓരോ കാര്യങ്ങളെ കരുതുന്നു, ഇതിൽ ഏതൊക്കെ കമ്മ്യൂണലിസത്തിന്റെ ഭാഗമായിട്ട് കരുതുന്നു എന്നൊക്കെയുള്ള ചിന്ത വ്യക്തികളെ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് മുസ്ലിം ലീഗിന് അനുവദിച്ചിരിക്കുന്ന ഒരു ചിഹ്നം തന്നെയാണ് അവർക്കുള്ളത്, ഒരു പതാക തന്നെയാണ് അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ ഒരു കൺവിക്ഷന്റെ ഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJP ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരണം നടത്തി. ഇവിടെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്ന സമയത്ത്, റോഡ് ഷോ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ പച്ച പതാക കണ്ടുകൊണ്ട് അത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രചാരണം അവർ ഉത്തരേന്ത്യയിൽ മൊത്തം നടത്തിയതാണ്. അപ്പോൾ അത് നടത്തി എന്നതിൻ്റെ പേരിൽ മാത്രം അതിനൊരു അവസരം ഇനി നൽകേണ്ട എന്നതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള കൺവിക്ഷനും സ്വന്തം ചിഹ്നവുമായിട്ട് സ്വന്തം പാർട്ടിയുടെ പതാകയുമായിട്ട് ഇല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമഡിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചിഹ്നമോ അവരില്ലെങ്കിൽ അവരുടെ പതാകയോ അവരിതുവരെ മാറ്റിയിട്ടില്ല. അതേ കൊടി തന്നെയാണ് ഇപ്പോഴും ആ പാർട്ടിക്കുള്ളത്. പക്ഷെ അത് പുറത്ത് നാലാൾ കാണിക്കാനായിട്ട് വയ്യ എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കൺവിക്ഷനാണുള്ളത്? പിന്നെ അതിന്റെ മറ്റൊരു അർത്ഥത്തിൽ കൂടി കാണാമല്ലോ ശ്രീജിത്ത് പണിക്കർ. അങ്ങനെ കാണാൻ താങ്കൾക്ക് കഴിയുന്നില്ലേ? അതായത് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം എന്ന രീതിയിൽ UDF പ്രയോഗിക്കുന്നു. അത് മുസ്ലിം ലീഗിനും എതിരഭിപ്രായമില്ല, കോൺഗ്രസിനും പ്രശ്നമില്ല. ഇപ്പോൾ പ്രശ്നം ഉണ്ടാകേണ്ടത് മുസ്ലിം ലീഗിനാണല്ലോ. കാരണം മുസ്ലിം ലീഗിന്റെ കൊടിയാണല്ലോ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞ തവണ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തവണ ലീഗിന്റെ കൊടി ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ട് കോൺഗ്രസും സ്വന്തം കൊടി ഒഴിവാക്കുന്നു. അതിൽ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. അപ്പോൾ ഇത് BJPക്ക് ആയുധം കൊടുക്കാതിരിക്കുവാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. അങ്ങനെ കാണുന്നതാണല്ലോ. അല്ല, അങ്ങനെ കാണേണ്ടുന്ന കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കൊടി തന്നെയാണ്. അത് നാലാൾ കാണിക്കാൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ള ആൾക്കാർ മറ്റു പ്രചരണം അതിന് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് എന്തിനാണ്? നമ്മളെന്തിനാണ് ഇതെല്ലാം പാർട്ടി ഓഫീസിൽ തന്നെ വെച്ചുകൊണ്ട് ഇത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി റോഡ് ഷോ ആയിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു കൺവിക്ഷനും ഇല്ലാതെ ഇതെന്തിനാണ് ഈ പാർട്ടി ഓഫീസിലും വീട്ടിലും വെച്ചതിന് ശേഷം ബലൂണുകളുമായിട്ട് പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം അവിടെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ആ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പതാക ഇല്ലെങ്കിൽ ഞങ്ങളുടേതും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പതാകകൾ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്വന്തം നിലപാടിലോ സ്വന്തം ചിഹ്നത്തിലോ സ്വന്തം പതാകയിലോ ഇവർക്കാർക്കും തന്നെ കൺവിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രചരണം വന്നു, കഴിഞ്ഞ തവണ ആ പ്രചരണം വന്നു, ഈ തവണയും ആ പ്രചരണം വരികയാണെങ്കിൽ ഇത് മുസ്ലിം ലീഗിന്റെ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള കൊടിയാണ്, ഇതാണ് പതാക എന്ന് പറയാൻ ഇവർക്ക് എന്താണ് കഴിയാത്തത്? അപ്പൊ നാളെ മറ്റെന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവ്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിയെ മാറ്റിയോ? അങ്ങനെ മാറ്റിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ഇത്തവണ വേറൊരാൾ നിൽക്കട്ടെ എന്നാണോ തീരുമാനിച്ചത്? അല്ല. അപ്പൊ ചില കാര്യങ്ങളിൽ അവർക്ക് കൺവിക്ഷൻ ഉണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ അതില്ല. അതിന്റെ അർത്ഥം തെറ്റായിട്ടാണെങ്കിലും കഴിഞ്ഞ തവണ BJP നടത്തിയിരുന്ന പ്രചരണം വിജയിച്ചു എന്നല്ലേ? അതായത് പാകിസ്ഥാന്റെ പതാകയുമായി റിസംബ്ലൻസ് ഫോട്ടോയിലെങ്കിലും തോന്നുന്ന രീതിയിലുള്ള ഒരു പതാക ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രചരണത്തിന് യാതൊരു വിധത്തിലുള്ള വഴിമരുന്നും കൊടുക്കാതെ അതിനെ പൂർണ്ണമായി മാറ്റിവെക്കുക എന്ന രീതിയിലത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കൺവിക്ഷനാണുള്ളത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇനി ഒരു കാലത്തും
മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രചരണത്തിലോ അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ് വരുന്ന സമയത്തുള്ള ഒരു റോഡ് ഷോയിലോ മുസ്ലിം ലീഗ് അവരുടെ പതാക എടുത്ത് കാണിക്കില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ 4 ആൾ കാണിക്കുക പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നിങ്ങളുടെ പതാക കൊള്ളില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ പിന്നെ അതിൽ എന്ത് കൺവിക്ഷനാണുള്ളത്? അതാണ് ഞാൻ പറയുന്നത്. പറയുന്ന ആൾക്കാർ പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഘടകകക്ഷിയുടെ പതാക, ഇതാണ് അവരുടെ പതാക അവർ വീശും, ഞങ്ങളുടെ പതാക ഞങ്ങൾ വീശും എന്ന് പറയുന്നതിന് പകരം ആരോപണം പേടിച്ച് ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇത് വെള്ളരിക്കപ്പെട്ടണമാണ്. അപ്പൊ അവിടെയല്ലേ ഇവർ കൺവിക്ഷനോട് കൂടി പറയേണ്ടത് ഇതാണ് ഞങ്ങളുടെ പതാക. അതിനു പകരം ഇതെല്ലാം കൂടെ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ട് ഇനി ഞങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇപ്പോൾ BJPക്ക് വേണമെങ്കിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൊന്നാനിയിലോ മലപ്പുറത്തോ ഒക്കെ ലീഗിന്റെ പതാകകൾ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ആ സ്ഥലത്ത് നിന്നുള്ള ചിത്രം കൊടുത്തതിന് ശേഷം ഇവിടെ പാകിസ്ഥാൻ പതാക വീശുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും ഇവർ ഈ പതാക ഉപേക്ഷിക്കുമോ? ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ പതാക മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുമോ? നാളെ ഒരു കാലത്ത് ഇത് നിരന്തരം ഇങ്ങനെ പ്രചരണത്തിന് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുമെന്നാണോ നമ്മൾ പറയുന്നത്? അതാണ് കൺവിക്ഷൻ ഇല്ലായ്മ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിലേക്ക് ഈ രീതിയിലുള്ള ഒരു സമീപനവുമായിട്ട് UDF പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ.